ഇവിടെ ഈ പയ്യൻ ഒരു ദിവസം പെൺകുട്ടികളെ പോലെ പീരിയഡ്സ് ആവാണ്. എല്ലാവരും ചുറ്റും കൂടി. അവൻ പേടിച്ച് അവിടെ നിന്നും ഓടി. അവനൊരു ബോയ് അല്ലേ, പിന്നെ എങ്ങനെ പീരിയഡ്സ് ആവും? എന്നാൽ അവന് വല്ലാത്ത വയറൊക്കെ വേദനിക്കാൻ തുടങ്ങി. എങ്കിലും അവൻ പ്ലേ ഗ്രൗണ്ടിൽ പോയി. എന്നാൽ അവൻ അവിടെ മയങ്ങി വീഴാണ്. ടീച്ചർ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നാൽ അവൻ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരും ഷോക്കായി. ഡോക്ടർ അവന് പീരിയഡ്സ് ആയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ടെസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് അവന് 2 റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞത്. ഒരു ഫീമെയിലും ഒരു മെയിലും. അതിലൊന്ന് റിമൂവ് ചെയ്തേ മതിയാവും. അവൻ വളരെ വിഷമത്തിലായി. അങ്ങനെ ഒരു ചെറിയ ഓപ്പറേഷൻ അവർ പ്ലാൻ ചെയ്തു. സർജറിക്ക് ശേഷം അവൻ ഉണർന്നു. അവൻ ബോഡി ടച്ച് ചെയ്തു നോക്കി. ഒരു പാർട്ട് കാണാനില്ല. അവനത് പാനിക്കായി. അവൻ്റെ അമ്മ അവനോട് ഒരു പെൺകുട്ടിയായി മാറാൻ പറഞ്ഞു. അവൻ ഉറക്കെ കരഞ്ഞ് ബഹളമുണ്ടാക്കി. പതിയെ അവൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ഹെയറൊക്കെ ലോങ് ആവാൻ തുടങ്ങി. പതിയെ അവനൊരു ഗേളായി മാറി. അവൻ്റെ അമ്മ അവനെ ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നീട് വീണ്ടും അവൻ സ്കൂളിലേക്ക് വന്നു. എല്ലാവരും അവനെ കണ്ടിട്ട് അന്തം വിട്ടു. നല്ലൊരു സുന്ദരി ആയിരിക്കുന്നു. ഒരു ദിവസം അവൾ വീണ്ടും പീരിയഡ്സ് ആയി. അവൾ ബാത്റൂമിലേക്ക് ഓടി. അവളെ മറ്റൊരു പെൺകുട്ടി സാനിറ്ററി പാഡൊക്കെ കൊടുത്ത് ഹെൽപ്പ് ചെയ്തു. പതിയെ അവർ ഫ്രണ്ട്സായി മാറി. അവൾ ആരോടും ഈ കാര്യമൊന്നും പറയില്ല എന്ന് പ്രോമിസ് ചെയ്തു. അടുത്ത ദിവസം അവൾ ക്ലാസ്സിൽ എല്ലാവരോടും അത് പറഞ്ഞിരുന്നു. മോൺസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞു. അവൾ ആകെ ഷോക്കായി. കുറേ ബോയ്സ് അവളെ പിടിച്ചുകൊണ്ടുപോയി അവൾ ഗേള് തന്നെയാണോ എന്ന് പരിശോധിക്കാനായി. അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട് അവിടേക്ക് വന്നു. ഫ്രണ്ട് അവളെ ഹഗ് ചെയ്ത് കരഞ്ഞ് ക്ഷമയൊക്കെ പറഞ്ഞു. എന്നാൽ അവളെ തള്ളി മാറ്റി. അവൾ വേദനയോടെ തന്നെ അവിടെ നിന്നും പോയി.